ഹലോ എവരി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് എങ്ങനെ നല്ലൊരു ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്താമെന്നാണ്. മേജറായിട്ട് ഇന്ന് ഈ വീഡിയോ പറയാൻ കാരണം നമ്മുടെ +2 റിസൾട്ട് വരാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് സ്റ്റുഡൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. അതിലൊരു ഭൂരിഭാഗം സ്റ്റുഡൻസും പോകുന്നത് ജർമ്മനിക്കാണ് ഹൗസ് ബിൽഡിംഗ് എന്ന പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫസ്റ്റ് ടൈമാണ് ഹൗസ് ബിൽഡിംഗ് വേണ്ടി കേൾക്കുന്ന പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഹൗസ് ബിൽഡിംഗ് എന്താണെന്ന് പറയാം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു വൊക്കേഷണൽ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഇതിൽ നഴ്സിംഗും പല സ്ട്രീംസായിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഡിപ്ലോമ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ട്, അതേമാതിരി തന്നെ ജർമ്മനിയിൽ ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. അതിൽ ഒരുപാട് സ്ട്രീംസിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ പോകുന്നത് നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഹൗസ് ബിൽഡിംഗ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് SSLC +2 പാസ്പോർട്ട്, ഒരു ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് B2 ഓർ B1. പക്ഷേ ഇത് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ വേറെ എക്സ്ട്രാ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊന്നും വരില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മക്കൾ വിദേശ രാജ്യത്തിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ചിലവിനുള്ള പൈസ നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കാനുള്ള ആദ്യത്തെ തവണ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്ത് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് പലർക്കും പല ഡൗട്ടും ഉണ്ട്. അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ വെച്ചാൽ അവിടെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ മന്ത്ലി നമുക്കൊരു പോക്കറ്റ് മണി മാതിരി ഒരു 1200 1300 യൂറോ നമുക്ക് കിട്ടും. ഈ എമൗണ്ട് മാത്രം മതി നമുക്ക് ജർമ്മനിയിൽ അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്ത് പോകാനും നമുക്ക് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 100% ജോബ് ഗ്യാരണ്ടിയും ഈ പ്രോഗ്രാമിനൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് എടുത്ത് ജർമ്മനിയിൽ പോകുന്നത്. പക്ഷേ നമ്മൾ ഇതിലൊരു റിക്വയർമെൻറ്റ് പറഞ്ഞു, ജർമ്മൻ ലാംഗ്വേജ് B2. ഈ B2 ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കയറുമ്പോഴാണ് നമ്മളറിയാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മൾ തേടി വരുന്നത്. വെച്ചാൽ ഒരു ഒന്നാമത്തെ കേസ് എന്ന് പറയാൻ വെച്ചാൽ ഈ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് B2 പഠിക്കുമ്പോൾ ഒരു 8 മാസമെങ്കിലും സമയം വേണം. 8 മാസം പഠിച്ചു, പഠിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് അവിടെ വാലിഡ് അല്ല. അപ്പോൾ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോർഡുകളുണ്ട്, ഈ പറഞ്ഞ ഗോയിത്ത, ടെൽക്കോ, OSD എന്ന് പറയണം. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 8 മാസത്തെ കോഴ്സ് കഴിഞ്ഞ ശേഷം ഈ സ്റ്റുഡൻസ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം സ്റ്റുഡൻസും തോൽക്കാണ്. ഒരു 100 പേര് എഴുതി കഴിഞ്ഞാൽ 90% പിള്ളേരും തോൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ബാക്കി 10% പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് ചാൻസ് പാസ്സാകുന്ന ഒരു അപൂർവമാണ്. പിന്നെ എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഈ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ പിള്ളേർ ഒരു വർഷം പിന്നെയും ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം പിന്നെയും ഒരു വർഷം എടുക്കുന്നുണ്ട്, ചിലർ 1.5 വർഷം എടുക്കുന്നുണ്ട്, 2 വർഷം കഴിഞ്ഞിട്ടും അഡ്മിഷൻ ഈ കോഴ്സ് പാസ്സാവാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഇതിന് മേജർ കാരണം എന്ന് പറയാൻ വെച്ചാൽ ഈ ജർമ്മനിയിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന ശേഷം നമ്മുടെ കേരളത്തിൽ മുക്കും മൂലയിലും ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ, നമ്മുടെ പിള്ളേരെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് വന്ന ശേഷം നമ്മുടെ നാട്ടിലെ ഈ മുക്കും മൂലയിലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയണത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ സ്റ്റാൻഡേർഡ് നിലവാരം കുറവുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. മേജറായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് പഠിക്കുന്നു, അതേമാതിരി +1 +2 പഠിക്കുന്നു, കോളേജിൽ പോകുന്നു. ഇവിടെ എല്ലാ ഫാക്കൽറ്റീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും B.Edും അതുമാതിരി TTC ഈ ടീച്ചിനോട് ഫീൽഡിനോട് താല്പര്യപ്പെട്ട് ഈ കോഴ്സ് പഠിച്ച് നമ്മളെ പഠിപ്പിക്കുന്നവരാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ ഏജുള്ള ആൾക്കാരായിരിക്കും നമ്മളെ പഠിപ്പിക്കുക. അവർക്ക് അതിനനുസരിച്ചുള്ള അറിവും നോളജും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ 1ാം ക്ലാസ് +2 വരെ പഠിക്കണം. പക്ഷേ ഇങ്ങനത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നമ്മളെ പഠിപ്പിക്കാനിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസാണ്. സത്യം പറയാൻ വെച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ മക്കളെ പോലെ തന്നെയുള്ള സ്റ്റുഡൻസ്. അവർ +2 കഴിഞ്ഞ ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. പഠിച്ച് കഴിഞ്ഞ ശേഷം ചിലർ പാസ്സായിട്ടുണ്ടാവും, ചിലർ പാസ്സായിട്ടുണ്ടാവില്ല. ഇവരെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടീച്ചേഴ്സിന് കിട്ടാത്ത പ്രശ്നം കൊണ്ട് ഇവർ ഈ സ്റ്റുഡൻസിനെ അവിടുത്തെ ഫാക്കൽറ്റീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരാണ് ഭൂരിഭാഗം പിള്ളേരെ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ശരിക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെന്ന് ചോദിക്കുക, ആരാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ്, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, അതേമാതിരി തന്നെ അവർ ജർമ്മൻ ലാംഗ്വേജ് പാസ്സായിട്ടുണ്ടോ. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണിക്കും ഇവർക്ക് പാസ്സായിട്ടുണ്ട്, ഇതാണ് സർട്ടിഫിക്കറ്റ് എന്ന്. പക്ഷേ അത് ചിലപ്പോൾ അവിടെ ഒരു 5 ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാക്കൽറ്റി ആയിരിക്കും, ഇയാളായിരിക്കും മേജറായിട്ടുള്ള ഒരു ഫാക്കൽറ്റി, അവരെയായിരിക്കും നമ്മൾ പാരൻസ് ചെല്ലുമ്പോൾ നമ്മൾ കാണിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അഡ്മിഷൻ എടുത്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ നമ്മുടെ പിള്ളേർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് വേറെ ആളായിരിക്കും. അവർ ചിലപ്പോൾ ഇത്രയും ക്വാളിഫൈഡ് ആയിരിക്കില്ല.
ഇത് തന്നെയാണ് ഭൂരിഭാഗം സ്ഥലത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ഒരു ചിലപ്പോൾ കൃത്യമായിട്ട് 5 ഫാക്കൽറ്റി നമ്മൾ പാരൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളാണെങ്കിലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ആരൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിർബന്ധമായിട്ടും ചോദിക്കേണ്ടതും കാണേണ്ടതുമായി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ഇവരുടെ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റാണ്. മിക്ക സ്ഥലങ്ങളിലും പഠിച്ച് പാസ്സാവാത്ത സ്റ്റുഡൻസും അതേമാതിരി തന്നെ മുഴുവൻ മൊഡ്യൂളും പാസ്സാവാത്ത സ്റ്റുഡൻസൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പം നമുക്കൊരു 100ൽ ഒരു 60 മാർക്കെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കിത് പാസ്സാവാൻ പറ്റുള്ളൂ. ഇത് തട്ടിമുട്ടി പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഇവരുടെ അണ്ടറിലാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. ഈ പഠിക്കുമ്പോൾ ഇവരെന്താണ് പഠിച്ചു വെച്ച തെറ്റുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ടാവുക. ഈ അറിവ് വെച്ചിട്ട് നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തോൽക്കും. അപ്പോൾ ഇതിൽ പിന്നൊരു കാര്യം എന്ന് പറയാൻ വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയണതെന്ന് വെച്ചാൽ ഈ ഗോയിത്ത പറഞ്ഞ എക്സാംസ് ജർമ്മൻ ലാംഗ്വേജ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഗോയിത്തയുടെ എക്സാം എഴുതണ 100 പിള്ളേർ എഴുതുന്നുണ്ടെങ്കിൽ 95% പിള്ളേരും തോൽക്കുക തന്നെയാണ് ചെയ്യണത്. അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് പറയുന്നത് ഈ പൊതുവെ ഈ എക്സാംസ് വളരെ ടൈറ്റായിട്ട് വാലുവേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് പിള്ളേരെ മാക്സിമം തോൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ച് പാസ്സാവും, അടുത്ത ഒരു 8 മാസം കഴിയുമ്പോൾ നമ്മുടെ മകൻ ജർമ്മൻ പഠിച്ച് കഴിഞ്ഞ് ജർമ്മനിക്ക് പോകുന്നു എന്നുള്ള സ്വപ്നം കണ്ടിട്ടാണ് നമ്മുടെ പാരൻസ് ഇരിക്കുന്നത്. പക്ഷേ ഈ ജർമ്മൻ പഠിക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ നെറ്റ്വർക്കിലോ ആരെങ്കിലുമൊക്കെ ജർമ്മനിയിൽ മക്കൾ ഇതവരെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ പാരൻസിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ മോൻ ഇത്ര ചാൻസ് അല്ലെങ്കിൽ ഇത്ര അറ്റംപ്റ്റിലാണ് ഇത് പാസ്സായത്, പഠിച്ചിറങ്ങിയ ശേഷം ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര നാളുകൾ ഇത്ര വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് പാസ്സായതും ഇതിൻ്റെ അഡ്മിഷൻ എടുത്തതും പ്രോസസ്സ് ചെയ്തും പോയതും. അപ്പോൾ ഈ നഴ്സിംഗ് പഠിക്കാൻ ജർമ്മനിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന പിള്ളേർ നല്ല ജർമ്മൻ ലാംഗ്വേജ് നോക്കിയിട്ട് തന്നെ വേണം ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലത് ഉണ്ടെങ്കിൽ പോലും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓവർ പ്രൈസ്ഡ് ആണ്. അത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒന്ന് തിരക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ബണ്ടിലൊക്കെ ആയിട്ടാണ് ഇവർ കോഴ്സുകൾ ഓഫർ ചെയ്യണത്. കോഴ്സ് പ്ലസ് അഡ്മിഷൻസൊക്കെ കൂടി 5 ലക്ഷം 8 ലക്ഷം ആ രീതിയിലൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിന് ഓതറൈസ്ഡ് സെൻറ്റർ പറയുന്നത് നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഗോയിത്താര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ഫീസ് ഉണ്ടെങ്കിലും എന്താ പറയുക, അവർ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊന്നും തരണില്ല. പക്ഷെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണ ഒരു അടിത്തറയുണ്ട്, അത് സ്ട്രോങ് ആയിരിക്കും. അതിൻ്റേതായുള്ള ഒരു എന്താ പറയുക നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പർ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ കോഴ്സ് പാസ്സായിട്ട് പോരാനും പറ്റും. അത് കൂടാണ്ട് ജർമ്മനിൽ ചെന്ന് നേഴ്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലല്ല പഠിക്കുന്നത്, ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ അടിത്തറ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി ആ പഠിക്കാനുള്ള സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി സുഖമായിട്ട് ആ പഠനം കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടുത്തെ ട്യൂഷൻ ഫീസ് എത്രയാണ് വരുന്നത്, അതേമാതിരി തന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിഫിക്കേഷൻസ് എത്ര ഫാക്കൽറ്റി, നിങ്ങൾ എല്ലാ ഫാക്കൽറ്റീസും ചെക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 10 ലാംഗ്വേജ് സെൻറ്ററിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചില സ്ഥലങ്ങൾ പറയുമ്പോൾ ഇല്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കേട്ട് നിങ്ങൾ ഓഫറിൻ്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഭാഷ പഠിച്ച് പാസ്സാവുക എന്നാണ്. നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ അഡ്മിഷൻ എടുത്ത് പോകാനും പറ്റും, ഒരു ഏജൻസിയിലും ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രമിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇതായിരുന്നു. നല്ല ഒരു ജർമ്മൻ ലാംഗ്വേജ് സെൻറ്റർ എങ്ങനെ ചൂസ് ചെയ്യാം, അതിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് +2 കഴിഞ്ഞിട്ടുള്ളവർ ജർമ്മൻ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, പാരൻസ് ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇത് കണ്ട ശേഷം നിങ്ങൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വിളിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ മക്കളുടെ ഒരു എന്താ പറയുക നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്ലേസ് ചെയ്യണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്.